ദർശനം നടത്തുന്നവർക്കെല്ലാം അനുഗ്രഹം ചൊരിയുന്ന കാരുണ്യമൂർത്തിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ. ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയ്ക്ക് സ്ഥാനമില്ല. ദർശനം നടത്തുന്ന ഭക്തരുടെ സങ്കടം എന്താണോ അത് പറയാതെ തന്നെ അവരുടെ മനസ്സ് കണ്ട് കണ്ണൻ അനുഗ്രഹിക്കും. ഒരാണ്ട് തികയും മുൻപേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ നിലയിൽ എത്തുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഈ നാളുകാർ ഒരാണ്ട് തികയും മുൻപേ സാമ്പത്തിക ഉയർച്ച നേടും. ഇവർ ഒരു പൂജയും ചെയ്യണ്ട, നാമജപം മാത്രം മതി. ആ ഭാഗ്യനാളുകാരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നിങ്ങളൊരു ശ്രീകൃഷ്ണ ഭക്തനാണ് എങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ശ്രീകൃഷ്ണൻ്റെ പടം വീട്ടിൽ വെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് വിളക്ക് കത്തിച്ച് സ്തോത്രങ്ങളും നാമങ്ങളും ജപിക്കുക. പ്രത്യേക പാലഭിഷേകമോ നിവേദ്യമോ ആവശ്യമില്ല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പടം ഇങ്ങനെ പൂജിക്കുമ്പോൾ കാലക്രമേണ ചൈതന്യം വരും. അതിനൊപ്പം നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും. ഒരാണ്ടുകൊണ്ട് ഭാഗ്യത്താൽ സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. അങ്ങനെ അതിസമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള, രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ള, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹമുള്ള, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുള്ള ആ നക്ഷത്രജാതകരെ നമുക്കറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. തടസ്സമായി നിൽക്കുന്ന യഥാർത്ഥ പ്രശ്നത്തെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടണം. അങ്ങനെ പരിഹരിക്കുന്നതിലൂടെ നിങ്ങളുടെ സർവ്വവിധ ദുരിത ദുഃഖങ്ങളും മാറി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അശ്വതി നക്ഷത്ര ജാതകർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അനുഗ്രഹമുണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അശ്വതി നക്ഷത്ര ജാതകർ ഒരു ശ്രീകൃഷ്ണ ഭക്തനാണ് എങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. സകല ദുരിത ദുഃഖങ്ങളും മാറുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. തെറ്റിദ്ധാരണകൾ മാറ്റപ്പെടണം. അതല്ലെങ്കിൽ വലിയ ആപത്തുകളാണ് വരാനിരിക്കുന്നത്. പരസ്പര സ്നേഹത്തോടെ കഴിയണം. ധനം ധാരാളം വന്നു ചേരും. നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് കാർത്തിക നക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല ദിനങ്ങളാണ്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ദിനങ്ങൾ. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ദിനങ്ങൾ. നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രം. അത് മറ്റാരുമല്ല, പുണർദമാണ്. ചില കാലദോഷങ്ങൾ ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റുമൂലമല്ല. ജാതകദോഷം, ഭാഗ്യദോഷം, ഈശ്വരദോഷം ഇവയൊക്കെയായിരുന്നു നിങ്ങൾക്ക്. ആ ദോഷമൊക്കെ മാറാൻ പോകുന്നു. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ നല്ല സമയം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ദുർഗാദേവി ക്ഷേത്ര ദർശനവും നടത്തണം. ഇനി നിങ്ങൾക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ കാണുന്നു. പ്രശ്നം പരിഹരിക്കപ്പെടും. ധനം ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. അതീവ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും. നിങ്ങളൊരു
കൃഷ്ണഭക്തനെങ്കിൽ ഗോവിന്ദ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിയുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. 5ാമത്തെ നക്ഷത്രം ഉത്രമാണ്. ചില വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു. വളരെയേറെ മാറ്റമാണത്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറും. പ്രശ്നപരിഹാരത്തിനായി ഗണപതി ഹോമം, നവഗ്രഹ പൂജ, ശിവക്ഷേത്രത്തിൽ കൂവളമാല, കണ്ണന് കദളിപ്പഴം ഇവ നേദിക്കുക. ഇനി ഉയർച്ചയുണ്ടാകും, എല്ലാം ശരിയാകും. ഗോവിന്ദൻ നിങ്ങളുടെ മുന്നിൽ പ്രസാദിക്കും. നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഇനി മഹാഭാഗ്യത്തിൻ്റെ, മഹാനേട്ടത്തിൻ്റെ രാജയോഗത്തിൽ നിങ്ങൾ കഴിയും. നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ മാറുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ സാധിക്കുന്ന അഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം അത് അത്തം നക്ഷത്രമാണ്. പ്രതീക്ഷകൾ പൂവണിയും, മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടും. ഇതുവരെ സംഭവിച്ച തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇനി നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കും. നന്നായി മനസ്സ് വെക്കണം. രക്ഷപ്പെടണമെന്ന ചിന്ത മനസ്സിലുണ്ടാകണം. തീർച്ചയായും സാധ്യമാകും. അത്രയേറെ ഭാഗ്യമാണ്, അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങളൊരു നാരായണ ഭക്തനാണ് എങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അത്തനാളുകാർ. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. കാര്യഗുണം, ആയുർബലം, സുഖം, ഐശ്വര്യാഭിവൃദ്ധി ഒക്കെ ഉണ്ടാകുന്ന സമയം. ഇഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മറിഞ്ഞേക്കൂ. ഒത്തിരി തടസ്സങ്ങളുണ്ടായിട്ടുണ്ടാവും. ഇനി അതൊന്നും ഓർത്ത് സങ്കടപ്പെടുകയേ വേണ്ട. ജീവിതത്തിൽ ഒരുപാട് നേട്ടം വന്നു ചേരും. ധനപരമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും സാമ്പത്തിക ഉന്നതിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. പ്രതിസന്ധികൾ ഒക്കെ അകലുന്നു. ജീവിതത്തിൽ ഒരു നല്ല കാലം പിറക്കുന്നു. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, ഒരുപാട് ഉയർച്ചയാണ്. തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തണം. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകണം. തീർച്ചയായും വരാനിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം അത് മറ്റാരുമല്ല, രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ 3 വർഷക്കാലമായി ഒരുപാട് ദുരിത ദുഃഖങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. നിങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ അകലുകയാണ്. ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും നാളുകളാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾ നേടിയെടുക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നിങ്ങളൊരു കൃഷ്ണഭക്തനാണ് എങ്കിൽ ഗോവിന്ദ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും. നിങ്ങൾ രക്ഷപ്പെടും എന്നതിൽ സംശയം വേണ്ട. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.